നമസ്കാരം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ജനങ്ങളോട് ചില കാര്യങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. അതിലൊന്ന് സ്വർണ്ണ ഉപയോഗം കുറയ്ക്കണമെന്നതാണ്. വരുന്ന ഒരു വർഷം അത്യാവശ്യമില്ലെങ്കിൽ സ്വർണം വാങ്ങരുത് എന്ന് മോദി പറയുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ മോദി നിർദ്ദേശിച്ചത് പറ്റുമെങ്കിൽ നിങ്ങൾ മെട്രോയിലേക്കും മറ്റ് ബസ്സുകളിലേക്കുമൊക്കെ യാത്ര ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കാൻ. മോദി പറഞ്ഞതുകൊണ്ട് ജനങ്ങളൊന്നും ഇത് ചെയ്യണമെന്നില്ല. എന്നാൽ മോദി പറഞ്ഞാൽ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് മോദി നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. ഇത് നിയമമല്ല, എന്നാൽ ജനങ്ങൾ ഇത് ചെയ്താൽ നല്ലതേ എന്ന് മോദി കരുതുന്നു. കോവിഡ് കാലത്ത് മോദി ജനങ്ങളോട് പാട്ടകൊട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ അത് ചെയ്തത് അത് നിയമപരമായി ആവശ്യമായതുകൊണ്ടല്ല, പ്രത്യുത മോദിയോടുള്ള ആരാധന കൊണ്ടാണ്. അത്തരത്തിൽ ജനങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പോലും ഇപ്പോഴത്തെ ആഹ്വാനം വലിയ തോതിൽ സ്വർണ്ണ വിപണിയെ ബാധിക്കും. മോദിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് പിറ്റേന്ന് തന്നെ സ്വർണ്ണ വിപണിയിൽ ചാഞ്ചാട്ടം ആരംഭിച്ചു. വരും ദിനങ്ങളിൽ സ്വർണ്ണവിലയിൽ വലിയ വീഴ്ച ഉണ്ടായേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. വില വീഴുന്നതിന് മുൻപ് ഒരുപക്ഷെ ഡിമാൻഡ് കൂടുകയും വില വർദ്ധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ആത്യന്തികമായി വില തകരും എന്ന് തന്നെയാണ് വിപണിയിലെ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മോദി സ്വർണം വാങ്ങരുതേ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. എന്ന് വെച്ചാൽ സപ്ലൈയേക്കാൾ ഡിമാൻഡ് താഴും. അതുതന്നെ സ്വർണ്ണവില താഴാൻ കാരണമായി മാറും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു സൂചന കൂടി ഈ പ്രസ്താവനയിലുണ്ട്. സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത. നിലവിൽ സ്വർണത്തിന് 6% ഇറക്കുമതി തീരുവ. അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് മോദിയുടെ ഈ വാക്കുകൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും സ്വർണ്ണവില ഉയരും. ആ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാനുള്ള ആളുകളുടെ താല്പര്യം കുറയും. സ്വർണ്ണ വിപണി ഇടിയുകയും വില താഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാവും. ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിലാണ് സ്വർണം ആളുകൾ വാങ്ങിക്കൂട്ടുന്നത്. മറ്റൊന്നിനെയും ആശ്രയിക്കാൻ മടിയുള്ളവർ സ്വർണ്ണ നിക്ഷേപം നടത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണവില അടിക്കടി ഉയരുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനും കണക്ക് കൂട്ടുന്നതിനും അപ്പുറത്തേക്കുള്ള വേഗതയിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി സ്വർണ്ണവില വർദ്ധിച്ചത്. നോക്കിയിരിക്കുമ്പോഴാണ് സ്വർണ്ണവില ഇരട്ടി കടക്കുന്നത്. ആ വിപണി പിടിച്ചു നിർത്തുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യാവശ്യമില്ലാത്ത സ്വർണത്തിന് നമ്മൾ പണം മാറ്റിവെക്കുന്നത് കുറച്ച് വിപണിയെ ശുദ്ധീകരിക്കാനും മോദി ലക്ഷ്യമിടുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. രാജ്യം സാമ്പത്തികമായി വളരണമെങ്കിൽ കയറ്റുമതി കൂടി വരണം, ഇറക്കുമതി കുറഞ്ഞു വരണം. ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ, അതായത് 25-26 വർഷത്തെ ആകെ ഇറക്കുമതി 77,500 കോടിയാണ്. ഈ 77,500 കോടിയിൽ 24,000 കോടിയും സ്വർണവും ഇന്ധനവും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ അടങ്ങുന്നതാണ്. ഈ വിപണിയിൽ വലിയ ഇടപെടൽ നടത്താൻ പോകുന്നു. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച് ഇറക്കുമതിയെ നിയന്ത്രിക്കാൻ പോകുന്നു എന്നതിന് സൂചന കൂടിയാണ് ഇത്. ഇവിടെയാണ് സ്വർണ്ണവില വലിയ തോതിൽ കുറയാനുള്ള സാധ്യത വീണ്ടും ശക്തമാകുന്നത്. നമ്മുടെ സ്വർണ്ണ വിപണിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതും ഉചിതമാണ്. ഒരു വർഷം ഏതാണ്ട് 700-800 ടൺ സ്വർണ്ണമാണ് ഇന്ത്യയിൽ വിൽപ്പന നടക്കുന്നത്. ഏതാണ്ട് 25 ലക്ഷം സ്വർണ്ണക്കടകൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം തീരെ കുറവാണെങ്കിലും ചെറുകിട സ്വർണ്ണക്കടകൾ ഒക്കെ ചേർത്താൽ 25 ലക്ഷത്തോളം സ്വർണ്ണക്കടകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജുവലറി ബിസിനസ് ലക്ഷക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന ഒരു കച്ചവടമാണ്. പച്ചക്കറി കച്ചവടമോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് പോലല്ല. ഒരു പവൻ സ്വർണം കച്ചവടം നടന്നാൽ പോലും വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടാണ്. ഒരു വർഷം ഏതാണ്ട് 21 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ സ്വർണ്ണ വിൽപ്പന ഇന്ത്യയിൽ നടക്കുന്നുവെന്നാണ് കണക്ക്. ഈ പശ്ചാത്തലത്തിൽ വേണം മോദിയുടെ ഇടപെടലിനെ നമ്മൾ വിലയിരുത്താൻ. സ്വർണ്ണ വിപണിയിൽ മാറ്റമുണ്ടാവുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെയും സ്വർണ്ണക്കടക്കാരെയും ബാധിക്കും. ജുവലറികളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സ്റ്റോക്കായി ഉണ്ട്. ജുവലറികളുടെ ഏറ്റവും വലിയ ലാഭം സ്റ്റോക്കിൻ്റെ വില വർധനമാണ്. ഓരോ ദിവസവും സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ നേരത്തെ വാങ്ങിയ സ്വർണത്തിൻ്റെ വാല്യുവിൽ വർധനയുണ്ടാവുകയും അവരുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴിരിക്കുന്ന സ്റ്റോക്കിൻ്റെ മൂല്യം കുറയുമ്പോൾ അത് ജുവലറികളുടെ മൊത്തം ആസ്തിയെ ഗുരുതരമായി ബാധിക്കാം. എന്തായാലും മോദി സ്വർണ്ണ വിപണിയിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്നലത്തെ പ്രസ്താവന. ഇതുവഴി നമ്മുടെ രാജ്യത്തെ സ്വർണത്തിൻ്റെ വിലയിൽ കുറവുണ്ടാവാനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നില്ല.